ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. രാവിലെ നീക്കാൻ വേണ്ടി ഇപ്പോൾ നല്ല മടിയാണേ. ഇതിൻ്റെ ഇടയിൽ ഒന്നെങ്കിലും ട്രാക്കിൽ വന്നതായിരുന്നു. അപ്പോഴാണ് വയ്യാണ്ടായിട്ട് പിന്നെയും കുഴിമടിയായി കേട്ടോ രാവിലെ നീക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാണെങ്കിൽ നല്ല തണുപ്പും മഴയൊക്കെ ആയിട്ട് രാവിലെ പുതച്ചു മൂടി കിടക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുക കേട്ടോ. പക്ഷേ പിള്ളേർക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് രാവിലെ നീക്കാണ്ടിരിക്കാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ. അപ്പോൾ അതാ ദോശമാവ് തന്നെയാണ് ഇന്നും നമുക്ക് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് ചായക്ക് വെള്ളം ആദ്യം വെച്ചു. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒന്നും ആർക്ക് ചോറ് വേണ്ടാന്ന് പറഞ്ഞു. ദോശയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിള്ളേർക്ക് ഇത് മതി കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് ചോറിനേക്കാളും ഇഷ്ടം ഇതാണ്. കണ്ണക്കുട്ടി ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തിന് കൊണ്ടുപോകണില്ല, ആരൊക്കെ കൊണ്ടുവരുന്നൊക്കെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, എന്നാൽ ഇനിയിപ്പോൾ അവന് വേണ്ടെങ്കിൽ വേണ്ട, പൂജട്ടിക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും കഴിക്കാനും വേണമല്ലോ. ഷാജേട്ടനൊന്ന് ലീവാണ്, അതുകൊണ്ട് നമുക്ക് ചോറ് ഉണ്ടാക്കണ്ട, ചായ മാത്രം സെറ്റ് ചെയ്ത്. പാത്രത്തിൽ ഉപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കഴുകിയിട്ട് തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ പുതിയ ഉപ്പ് പൊട്ടിച്ചിട്ട് അതിനകത്ത് ഇട്ടിട്ട് നിറച്ച് വെക്കാൻ വേണ്ടിയിട്ട് നിന്നാണ്. നല്ല തലേ ദിവസം ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നു കേട്ടോ. ഇപ്പോൾ ഉപ്പ് നോക്കുമ്പോഴാണ് അയ്യോ ഞാനത് പൊട്ടിച്ച് ഇട്ടിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് റെഡിയാക്കിയിട്ട് നമ്മുടെ മാവിൽ പാകത്തിന് ഉപ്പൊക്കെ തൂവിയിട്ട് അതങ്ങോട്ട് ഇളക്കി മാറ്റി വെച്ചു കേട്ടോ. ദോശമാവും അപ്പത്തിൻ്റെ മാവൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇതാണ് കേട്ടോ കൂടുതൽ എളുപ്പം. ഇവിടെ രണ്ടാൾക്കും ഇതാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ മിക്കതും ദോശമാവും അപ്പത്തിൻ്റെ മാവും സ്റ്റോക്ക് ഉണ്ടാവാമെന്ന് ഞാൻ പറയാറില്ലേ. പിന്നെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഉപ്മാവ്, അത് വല്ലപ്പോഴും ഉണ്ടാക്കിയാൽ ഉണ്ടാക്കിയിട്ടോ. പിന്നെ ചപ്പാത്തിയും വലിയ പിടുത്തല്ല. പുട്ട്, ദോശ, അപ്പം ഇതാണ് പിന്നെ ഇവിടുത്തെ മെയിൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ഉഴുന്നു ദോശയാണേ. ചായ തിളച്ചപ്പോൾ ചായയുടെ വെള്ളം തിളച്ചപ്പോൾ പഞ്ചസാരയും പാകത്തിന് പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. ഇത് ഇന്നത്തെ ചമ്മന്തി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലാണ്. നമ്മൾ എപ്പോഴും ഉണ്ടാക്കണ പോലെയല്ല. എല്ലാവർക്കും അറിയാം ഇവിടെ സ്പെഷ്യൽ എന്നാണ് പറഞ്ഞു കേട്ടോ. ഇവിടെ നമ്മൾ ഈ ഒരു ചമ്മന്തി വല്ലപ്പോഴും ഉണ്ടാക്കാറുള്ളൂ. ഇവിടെ കണ്ണൻകുട്ടിക്ക് ഇഷ്ടം ഞാൻ പറഞ്ഞിട്ടില്ല അന്നത്തെ പോലെ സവാളയും ഉപ്പും മുളക് പൊടിയും മാത്രം അടിച്ചിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ തൂവിയിട്ടുള്ള ചമ്മന്തിയാണ് അവനിഷ്ടം. ഇത് പൂജട്ടിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. സവാള എടുക്കുക, തക്കാളി, ഒരു ഇഞ്ചിയുടെ കഷ്ണം, 2-3 വെളുത്തുള്ളി, വേപ്പില, വറ്റൽമുളക്, ഇതാണ് വേണ്ടത്. ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. കുഞ്ഞ് സവാളയും 2-3 സവാള എടുത്തിട്ടുണ്ട്. വലിയൊരു 2 തക്കാളി, പിന്നെ ഒരു 2-3-4 വെളുത്തുള്ളിയുടെ അല്ലി, ഒരു കുഞ്ഞ് 2 ഇഞ്ചിയുടെ കഷ്ണവും, വേപ്പിലയും, വറ്റൽമുളക് ഒരു എരിവിനനുസരിച്ച് നമ്മളൊരു 3-4 എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു പാനിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ആദ്യം വറ്റൽമുളക് ഉണ്ട് വറുത്ത് കോരിയെടുക്കുക. ചില സമയങ്ങളിൽ ഈ വറ്റൽമുളക് പൊട്ടിത്തെറിക്കും. അന്നാളൊരു ദിവസം പൊട്ടിത്തെറിച്ചിട്ട് എൻ്റെ കണ്ണിൻ്റെ കറക്റ്റ് താഴേക്ക്, കണ്ണിൻ്റെ ഉള്ളിലേക്ക് ആയില്ല എന്തൊരു ഭാഗത്തിന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിട്ടിട്ടൊക്കെ നിന്നിട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതാ മുളകൊക്കെ വറുത്ത് കോരിയ ആ എണ്ണയിൽ തന്നെ നമ്മുടെ സവാളയും ഒന്ന് മൂപ്പിക്കുക. ഒന്നും കൂടെ വഴണ്ടി വരണം കേട്ടോ. അതിന് വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇട്ടാലില്ലെങ്കിൽ അതൊക്കെ ആവും. എന്നാലും ഞാൻ ആ ഉള്ളിയിൽ ഉപ്പ് പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതാവണ സമയം കൊണ്ട് ഒരു 2 സിപ്പ് കട്ടൻ ചായ അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു കട്ടൻ ചായ ഇപ്പോൾ കുടിച്ച് കഴിഞ്ഞാൽ ഒരു 11 മണി വരെയൊക്കെ എനിക്ക് ചായയും കാപ്പിയും ഒന്നും കിട്ടിയില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. കഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു ഗ്ലാസ് ചായയിൽ അത്രയും നേരം നിന്നോളൂ. അപ്പോൾ സവാള ഒന്നൊരു 3/4 ഭാഗം വഴണ്ട് വന്നപ്പോഴേക്കും നമ്മൾ കുറച്ച് 2 ഇഞ്ചിയുടെ കഷ്ണവും വേപ്പിലയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അതൊന്നും മൂത്ത് വന്നപ്പോൾ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് തക്കാളി വെന്തുടയാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ വേഗം അത് വെന്തോളൂ കേട്ടോ. വെന്തിട്ടാണ് നമ്മൾ പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഈ തക്കാളി പഴുത്ത തക്കാളി വേണം, അപ്പോൾ ഈ ചമ്മന്തിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാവും കേട്ടോ. അപ്പോൾ അതൊക്കെ വഴണ്ട് വന്നപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. എന്ന് കഴിഞ്ഞാൽ ചൂടല്ലേ, നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. എരിവ് കുറവാണെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കണില്ല, എന്താ വെച്ചാൽ ആവശ്യത്തിന് എരിവ് ആ മുളകിനുണ്ട്. എന്നിട്ട് അതൊന്ന് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ഇതാ ദോശ അങ്ങനെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ നമ്മുടെ ദോശയിൽ നെയ്യ് തൂവിയിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റിൽ നെയ്യാണ് നമ്മൾ ഇന്നലെ തൂവി കൊടുത്തത്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം കേട്ടോ. ഈ ദോശ ഇങ്ങനെ കല്ലിൽ ശീന്നനെ ഒഴിച്ചിട്ടുള്ളൊരു സൗണ്ട് കേൾക്കല്ലേ, ഒഴിക്കുമ്പോൾ ആ ഒരു സൗണ്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു പാനലിൽ അധികം കേൾക്കില്ല. നമ്മുടെ ദോശക്കല്ലില്ലേ, അതിനകത്ത് നമ്മൾ നല്ലെണ്ണയൊക്കെ പുരട്ടിയിട്ട് ഉണ്ടാക്കുന്ന ദോശയുടെ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഒന്നും സൗണ്ട് കൊടുക്കാണ്ട് അങ്ങനെ ഇട്ടത് കേട്ടോ. എനിക്കിഷ്ടമാണ്. അതുപോലെ ഈ കടുക് ഇട്ടിട്ട് കിടുകിടാന്ന് പൊട്ടണതും നമ്മുടെ ഉള്ളി സവാള ഇട്ട് വരുന്ന ആ സൗണ്ടൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ദോശ അവിടെ ആവുന്നുണ്ട്. ഇപ്പുറത്ത് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ നമ്മൾ ആ കൂട്ടി വെച്ചിരിക്കുന്ന സംഭവങ്ങളില്ലേ, വഴറ്റി വെച്ചിരിക്കുന്ന എല്ലാതും കൂടെ ഇട്ടിട്ട് പാകത്തിന് ഉപ്പിട്ടിട്ട് അടിച്ചെടുക്കുക. ഇതാ നമ്മുടെ ചമ്മന്തി അങ്ങോട്ട് സെറ്റായിട്ട്. ഇന്നിപ്പോൾ ആയിരിക്കും ചോറൊന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇത്ര സിമ്പിളായിട്ട് നിന്നിട്ട് ഇങ്ങനെ ആടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ചോറും കറിയും ഉപ്പേരിയൊക്കെ ആവേണ്ട സമയം ഇതിൻ്റെ ഇടയിൽ അതും ചെയ്യേണ്ടി വന്നായിരുന്നു കേട്ടോ. ഷാജേട്ടന് ലീവ് ആയതുകൊണ്ട് പിന്നെ ആൾക്ക് ഫുഡ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പോൾ പെട്ടെന്ന് ചമ്മന്തിയൊക്കെ അരച്ചിട്ട് ഞാൻ ഇതുള്ള ഓരോ പാത്രങ്ങളാണെങ്കിൽ അപ്പം കഴുകി വെക്കും കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ എന്തെങ്കിലും ആവുണ്ടെങ്കിൽ ആ ടൈം വരെ വെറുതെ നോക്കി നിൽക്കണമല്ലോ. ആ ടൈം കൊണ്ട് നമുക്കിവിടെ കഴുകി വെച്ചാൽ അത്രയും കൂടില്ലല്ലോ. ഈ പാത്രങ്ങൾ ഒരുപാട് കൂടി കഴിഞ്ഞിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരും കേട്ടോ. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കാണുന്ന വേണ്ടിയിട്ട്. എനിക്ക് എന്തൊക്കെയോ ഒരു
ചടപ്പും അറപ്പൊക്കെ തോന്നും. വേഗം വേഗം അങ്ങോട്ട് കഴുകി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കിച്ചണിൻ്റെ ഭാഗം അവിടേക്ക് അങ്ങോട്ട് വൃത്തിയായി കിട്ടല്ലേ. അപ്പോൾ അതൊക്കെ കണ്ട് കഴുകി വന്നപ്പോഴേക്കും നമ്മുടെ ദോശ ചുടലും കഴിഞ്ഞു, ചമ്മന്തി അരക്കലും കഴിഞ്ഞു, ചായ ആയിട്ടുണ്ട്. പൂജട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആക്കുകയാണ് കേട്ടോ. അതൊരു 3 ദോശ, 2 ദോശ മതി എന്ന് പറഞ്ഞാൽ 3 ആക്കും കേട്ടോ. 3 മതി എന്ന് പറഞ്ഞാൽ 4 ആക്കും. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അതാ 3 ദോശയും നമ്മുടെ ചമ്മന്തിയും കൂടെ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ചമ്മന്തിയാണ് കേട്ടോ. അത് സൂപ്പറാണ്. ഈ നല്ലാണ്ട് അരയണമെന്ന് ഒരുപാട് അരഞ്ഞു പോകണ്ട, എന്നാൽ അരയാണ്ട് അങ്ങനെ കിടക്കുക ആവരുത് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ചമ്മന്തിയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇതാ പൊതിഞ്ഞിട്ട് അവളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പരിപാടി കഴിഞ്ഞു കേട്ടോ. ചോറും കറിയും ചായയും കടിയും കൂടെ ആകുമ്പോഴേക്കും ഒരുപാട് സമയമാവും. എന്ന് വെച്ചാൽ വീഡിയോ എടുക്കും കൂടെ ആകുമ്പോഴേക്കും ഞാൻ കുറച്ച് നേരത്തെ ഒരു 4:30 നീക്കേണ്ടി വരും. ഇതിപ്പോൾ ചായ പലഹാരം മാത്രമാവുകയാണെങ്കിൽ വലിയ പാടൊന്നുമില്ല, എന്നാലും ടപ്പട്ടപ്പേ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. പക്ഷെ എന്താ പറയുക, ഈ ഒരു സമയത്തെ ഒരു ഓട്ടപ്പാച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തതായിരിക്കും കേട്ടോ. എനിക്കാണെങ്കിൽ ഉറക്കം എന്ന് പറയുന്നത് രാത്രി കുറവാണ്. സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴേക്കും എൻ്റെ ഉറക്കം കണ്ടെന്ന് പോവും. അതിൻ്റെ മുന്നേ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഉറക്കം ഇപ്പോൾ കുറേ ആയിട്ട് എനിക്ക് ബാലൻസ്ഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ രാവിലെ എണീക്കലും എല്ലാം കൂടെ ആകുമ്പോഴേക്കും തലയ്ക്കൊക്കെ ഒരു ഓളം മിന്നും. പിന്നെ ഞാനൊരു മണിക്കൂർ അങ്ങോട്ട് കിടന്നുറങ്ങും ഇതിൻ്റെ ഇടയിലൊക്കെ കൂടെ സമയം കണ്ടെത്തിയിട്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ 2-3 ഷോർട്സും ലോങ് വീഡിയോ ഒക്കെ ഇടുന്ന കാരണം ഒന്നിനും സമയം കിടക്കാൻ വേണ്ടിയിട്ടൊന്നും സമയം കിട്ടാറില്ല. അപ്പോൾ അവൾ ചായ കുടിക്കണില്ല എന്ന് പറഞ്ഞിട്ടാണ് പൂജട്ടി ഇറങ്ങി. പൂജട്ടി മിക്കത് രാവിലെ കഴിക്കാണ്ട് പോകട്ടോ. അപ്പോൾ ഒരു ദോശയെങ്കിലും ഒരു ദോശ ഇനി കഴിച്ചിട്ട് പോയാൽ മതി പറഞ്ഞിട്ട് ഞാൻ പൊട്ടിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അത് കയ്യിലാക്കേണ്ട മടിക്ക് കഴിക്കാതെ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. സമയമുണ്ട്, കുറച്ച് സമയമൊക്കെ ഉണ്ട് ആൾക്ക്. കുറച്ച് നേരത്തെ ആളുടെ ഒരുക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിലെ ഗ്രില്ല് ഇതുവരെ തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഉച്ചയാകുമ്പോഴേക്ക് ഫുഡിൻ്റെ കാര്യം നോക്കിയാൽ പോരെ. ഉമ്മറത്തെ വാതിൽ തുറന്നിട്ട് ഇവിടെ രാവിലെ നമ്മൾ അങ്ങോട്ട് അടിച്ച് കഴുകിയിടും കേട്ടോ. അപ്പോൾ സമയമുണ്ട്. അല്ലെങ്കിൽ ഞാൻ എല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് ചെയ്യുക. എന്താ വെച്ചാൽ അവർ ഇറങ്ങുന്ന സമയത്തിന് ചൂലും പട്ടയും കാണണ്ടാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ടൈം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കി വെച്ചാൽ അവിടെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് അടിച്ച് കഴുകിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു. രാവിലെ വൈകുന്നേരം ഇങ്ങനെ തുടച്ചിട്ടിട്ടില്ലെങ്കിൽ ഈ വൈകിട്ട് ചിലപ്പോൾ വല്ല പട്ടിയോ പൂച്ചയൊക്കെ കയറുന്നുണ്ടോയെന്ന് അറിയില്ല. പിന്നെ അഴുക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഉമ്മർത്ത് കൂടെ പോകുമ്പോൾ അയ്യോ ഇവിടെ അടിക്കലും തുടക്കലൊന്നും ഇല്ലെന്ന് തോന്നല്ലേ. അത് കാരണം പിന്നെ അതുമല്ല കേട്ടോ, രാവിലെ അങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ ഒരു ഐശ്വര്യമല്ലേ, നല്ലതല്ലേ. അതുകൊണ്ട് ഇതാ അവിടെയൊക്കെ അടിച്ചു, വെള്ളമൊക്കെ അടിച്ചിട്ടിട്ട് ഇങ്ങനെ മോപ്പ് വെച്ച് തുടയ്ക്കുകയാണ് കേട്ടോ. ആ ഇരിക്കണതില്ലേ ഒരു സംഭവം ഉമ്മർത്തിരിക്കുന്നത് നമ്മുടെ കിച്ചൺ കബോർഡാണ് കേട്ടോ. വണ്ടിയിലുണ്ടായിരുന്ന ഫുഡ് ട്രക്കിലുണ്ടായിരുന്നത് അത് അവിടെ ഇറക്കിയിട്ട് അങ്ങനെ വെച്ചിട്ട് പിന്നെ ഉള്ളിലേക്ക് വെക്കാം. നല്ല വെയിറ്റാണ്. പിന്നെ ഉള്ളിലേക്ക് ആ ഒരു ഡോറിൻ്റെ ഇടയിൽ കൂടെ അത് കൊള്ളുമില്ല. പിന്നെ അതുകൊണ്ട് അങ്ങനെ അവിടെ വെച്ച് കൊള്ളും, പക്ഷേ എനിക്ക് ഒറ്റയ്ക്കൊന്നും പറ്റില്ല കേട്ടോ അത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയൊക്കെ അടിച്ച് കഴുകിയിട്ടിട്ട് ഒന്ന് മുറ്റം അടിച്ച് വരിയിട്ട് കയ്യും കാലൊക്കെ കഴുകി ഞാൻ ഈ പൂജട്ടി ഇറങ്ങിയിട്ട് അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു. പൂജയ്ക്ക് പോകാനുള്ള സമയമായിട്ടോ. അപ്പോൾ അവളിതാ ഇറങ്ങുകയാണ് കേട്ടോ. എനിക്കിങ്ങനെ ഇവർ കുറേ മാസം, ഇപ്പോൾ 2-3 മാസം, 2 മാസമൊക്കെ 2.5 മാസത്തോളം ഇവിടെ ഉണ്ടായിട്ട് ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് എന്തോ വല്ലായ്മ പോലെയാണ് കേട്ടോ. ഞാനിങ്ങോട്ട് ഒറ്റയ്ക്കാവും ഈ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ജാതി ചടപ്പ് പോലെ തോന്നും. ഇപ്പോൾ പിന്നെ വല്ലാതെ ആലോചിക്കാനും ചിന്തിക്കാനുള്ള സമയം കിട്ടാറില്ല കേട്ടോ. എന്താ വെച്ചാൽ ഒരു വീഡിയോ എടുത്ത് അടുത്ത വീഡിയോ എടുക്കാനും ഷോർട്സ് എടുക്കാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് സമയം പോയിക്കോളും. അതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ല, എന്നാലും ഉണ്ട് കേട്ടോ. പൂജട്ടി ക്ലാസ്സിന് പോയി കേട്ടോ. എന്താ ചോറൊന്നും വെച്ചിട്ടില്ല, ദോശയും ചമ്മന്തിയാണെന്ന് പറഞ്ഞപ്പോൾ അത് മതി പറഞ്ഞോളൂ. പിന്നെ ചോറിനേക്കാളും കൂടുതൽ ഇഷ്ടം ദോശയൊക്കെ ആയതുകൊണ്ട് അതാണ് കൊണ്ടുപോയത്. പിന്നെന്താ, കണ്ണക്കുട്ടീനെ കുറച്ച് ഞാൻ നീട്ടിട്ട് പോകും. ഇനിയിപ്പോൾ ഫസ്റ്റ് ദിവസം ആയതുകൊണ്ടേ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും ഡേക്കാൻ വേണ്ടിയിട്ടൊക്കെ. എന്നാലും കുഴപ്പമുണ്ടായില്ല കേട്ടോ. പിന്നെ മഴ അങ്ങനെ ശനിവീനും തന്നെ ഉള്ളൂ, നല്ലോണമൊന്നുമില്ല. അങ്ങനെ പോയി കേട്ടോ. ഇനി എനിക്ക് കുളിച്ചിട്ട് ഇവിടെ വെട്ടല്ലേ, എനിക്ക് കുളിച്ചിട്ട് ചായ കുടിക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ ഉമ്മര അങ്ങോട്ട് തുടച്ചിട്ടു കേട്ടോ. ഇനി കുളി കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴത്തെ ഫുഡും കാര്യങ്ങളും റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ചായട്ടൊന്ന് മിക്കത് ലീവാകുമെന്നാണ് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിക്കണം മുതൽ ഞാൻ വ്ലോഗ് എടുക്കണം കാണിക്കാം. ഇന്നിപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിള്ളേർക്ക് പോകാൻ വേണ്ടിയിട്ട് വലിയ മടിയൊന്നും ഉണ്ടാവില്ല. മറ്റേത് പെരും മഴയൊക്കെ ആവും സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ. നമ്മളെയൊക്കെ കഴിഞ്ഞ കൊല്ലം അങ്ങനെ തന്നെയായിരുന്നു. ഇന്നിപ്പോൾ എന്തോ ഒന്ന് വിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഇനി ചായ കുടിക്കുമ്പോൾ കാണാം കേട്ടോ. മഴ പെയ്തിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. രാത്രിയിലൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ടേ, കണ്ടോ. ഇപ്പോഴും ഇങ്ങനെ ഒരു മൂടലിൽ ഇങ്ങനെ നിൽക്കുക. എപ്പോഴാണ് പെയ്യുക എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ കുളിച്ചിട്ട് വരട്ടെ. കുളിക്കാൻ വേണ്ടി പോയപ്പോഴാണ് കേട്ടോ റൂമൊന്നും അടിച്ച് വാരിയിട്ടില്ല എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഇനി കയ്യോട് അങ്ങോട്ട് അടിച്ച് വാരിയിടാന്ന്. ഞാൻ പറയാറില്ല വൈകിട്ട് നമ്മൾ മൊത്തം അടിച്ച് വാരി തുടയ്ക്കണൊക്കെ ഉണ്ട്. രാവിലെ പിന്നെ പിറ്റേ ദിവസം നമ്മൾ തുടയ്ക്കാറില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ ഒന്നരാടം വിട്ടിട്ടേ തുടയ്ക്കാറുള്ളൂ. അങ്ങനെ വല്ലാണ്ട് അലമ്പൊന്നും ആവാറില്ല. ഇനിയിപ്പോൾ അവരുടെ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും വൃത്തിയേടാവില്ല കേട്ടോ. അങ്ങനെ കിടന്നോളൂ കേട്ടോ. ഈ ഡോറൂമിലൊക്കെ ഡ്രസ്സ് ഇട്ടത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്ക് കുളി കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്ത പരിപാടിക്ക് നിൽക്കാമെന്ന് വിചാരിച്ചു. തലയിൽ കുറേ ദിവസമായി എണ്ണയൊക്കെ തേച്ചിട്ട്
വെച്ചിട്ട് താളി തേക്കണം വിചാരിക്കുന്നു. എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ മടിയാട്ടോ. പൂജട്ടി ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് കമ്പനി അടിച്ച് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ ഇന്ന് ഒന്നിനും നേരമില്ല. എന്താ വെച്ചാൽ എല്ലാ ഷോർട്സും കാര്യങ്ങളൊക്കെ ഒരു ദിവസത്തിലുള്ളത് 3 നമ്മൾ ഇടുന്നതും ലോങ് വീഡിയോ എടുത്തിട്ട് വേണം കേട്ടോ അന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇന്ന് ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും നേരമില്ല. രാവിലത്തെ ഷോർട്സ് കഴിഞ്ഞ് പിന്നെ ഉച്ചാമ്പഴത്ത് ഇടണമെങ്കിലും വൈകുന്നേരം ഇടണമെങ്കിലും ഒക്കെ സെപ്പറേറ്റ് എടുത്തിട്ട് ഷൂട്ട് ചെയ്തെടുത്ത് നമ്മൾ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യണം കറക്റ്റ് സമയത്ത്. അതിൻ്റെ ഇടയിൽ കൂടെ ലോങ് വീഡിയോ എടുക്കണം, വീട്ടിലെ കാര്യങ്ങളും ചെയ്യണം. അങ്ങനെ ഒരു തിരക്ക് പിടിച്ചിട്ടുള്ള ദിവസമാണ് കേട്ടോ ഒന്ന്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം അങ്ങനെ ആയിരിക്കും. ഇനി ശനി ഞായറും ഉണ്ടെങ്കിൽ എക്സ്ട്രാ 2-3 വീഡിയോ എടുത്ത് വെക്കണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ കിളിയും പോവും, എൻ്റെ ജീവനും പോവും കേട്ടോ. കയ്യും കാലൊക്കെ ഇങ്ങോട്ട് വേദനിച്ചിട്ട് നിന്നിട്ട് ഓടിയിട്ടും പാഞ്ഞിട്ടും എന്താ വെച്ചാൽ ഈ വീഡിയോയിൽ കാണുന്ന ഈ കുഞ്ഞു കാര്യങ്ങൾ മാത്രമല്ലല്ലോ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഓരോരോ വീഡിയോ എടുക്കണ വേറെ കണ്ടൻറ്റും കാര്യങ്ങളും നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടേ. അതൊക്കെ കൂടെ ആയിട്ട് ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ പരാക്രമം അടിച്ചിട്ട് അങ്ങോട്ടും ഓടി നടക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് നോക്കുമ്പോൾ ഒന്നും കൂടെ വെയിൽ തെറിച്ചത് കണ്ടത്. അപ്പോൾ ഒരു മല ഉണ്ടായിരുന്നു തോരടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ അതങ്ങോട്ട് ഉണങ്ങിക്കോളല്ലോ എന്ന് വിചാരിച്ചു. ഈ വെയിൽ എപ്പോഴാണ് ചതിക്കാനൊന്നും പറയാൻ പറ്റില്ല. അടുത്ത മഴ വരുമ്പോൾ ഓടിയിട്ട് ഞാനിതൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് ഇടുക വേണ്ടി വരും കേട്ടോ. എന്തായാലും വേണ്ടില്ല. അത് ആ അഴൽ മുതൽ ഇവിടെ വരെ നിറയെ ഡ്രസ്സ് ഇരിക്കുന്ന തുണിയുണ്ട്. അപ്പുറത്ത് അങ്ങനെ ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ മഴയെ കാരണം നമുക്ക് ഉള്ളിലൊന്നും ഉണക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണക്കിയിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിച്ചു കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ഇത് ഓണാക്കി വെച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോഴാ ഇത് ലോക്കായിപ്പോയി. ലോക്കാവല്ല, എന്തോ ഒരു ഒന്നും റെഡി ആവണില്ല. എന്തൊക്കെയോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊന്നും ഓപ്പൺ ആക്കാൻ പറ്റണില്ല, യൂട്യൂബ് ഒന്നും ഓപ്പൺ ആക്കാൻ പറ്റണില്ല. അന്നാണ് ഇതേപോലെ ഉണ്ടായി കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ വളാഞ്ചേരിക്ക് കൊടുക്കാൻ പോയപ്പോൾ കണ്ണൻ്റെ ഫ്രണ്ട്സ് ശരിയാക്കി തന്നത്. അപ്പോൾ അവർ പറഞ്ഞത് ഈ വോളിയത്തിൻ്റെ അപ്പുറത്തേയും ബട്ടൺ അങ്ങനെ ഞെക്കി പിടിച്ചാൽ മതി. ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ശരിയാവണില്ല. ലാസ്റ്റ് ഞാൻ പോയിട്ട് ഇനി വളാഞ്ചേരി പോയിട്ട് റെഡി ആക്കട്ടെ, എനിക്ക് വീഡിയോ എടുക്കണ്ടേ, ടൈമിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടേന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞാൻ കുറേ നേരം നോക്കി, ഞെക്കിയിട്ട് ലാസ്റ്റ് അങ്ങോട്ട് ശരിയായി. ഇതിൻ്റെ ചായയോട് കഴിയുകയും ചെയ്തു. ഇനിയിപ്പോൾ ചായ കുടിച്ച് 2 പാത്രങ്ങൾ കഴുകിയിട്ട് ഇനി നമുക്ക് ഉച്ചയ്ക്കത്തെ ഫുഡ് ഉണ്ടാക്കാം കേട്ടോ. നല്ല മഴ ഉണ്ട് പുറത്ത്. ഞാൻ ആ വിരിച്ചിട്ടിരുന്നപ്പോൾ ഓടിപ്പോയി ഇങ്ങടന്നെ എടുത്തിട്ടു. പെട്ടെന്ന് വന്നു മഴ. അപ്പോൾ ഇനി നമുക്ക് ആ ഇരിക്കുന്ന 2 പാത്രങ്ങൾ കഴുകി വെച്ചിട്ട് ഉച്ചയ്ക്കത്തെ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. കൂണുണ്ട് കേട്ടോ, അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടിയോ പിന്നെ ഉണ്ടല്ലേ അച്ചാറ് അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. പ്രത്യേകിച്ച് വേറെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല കേട്ടോ. അരക്കിടാണ്ട് കുറച്ചൊരു 3-4 ജനം. അതിനിപ്പോൾ ഞാൻ വൈകിട്ട് മേലെ എഴുതുമ്പോൾ ചെയ്യാമെന്ന് വിചാരിക്കും. ഇപ്പോൾ കുളിച്ചതല്ലേ, കുളിച്ചിട്ട് ഇനിയിപ്പോൾ ഞാൻ എന്തായാലും അലക്കാൻ വേണ്ടിയിട്ട് പോകില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ. ഉറുമ്പ് ഇങ്ങനെ കുഞ്ഞു ഉറുമ്പുണ്ടെന്ന് മേലെ കൂടെ. അപ്പോൾ ഞാനിങ്ങനെ കഴുകിയിട്ട് നമുക്ക് ഉച്ചയ്ക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കാൻ നോക്കട്ടെ. ഇങ്ങനെ നിന്ന് നേരം വൈകി കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കും ഞാൻ. അപ്പോൾ അങ്ങനെ നിന്ന് നേരം വൈകി കഴിഞ്ഞാൽ ശരിയാവില്ല. കണ്ട വെയിലും മഴയും കൂടെ എന്ത് കഷ്ടമാണ് നമുക്ക്. വെയിലും ഉണ്ട് മഴയുണ്ട്. ഞാൻ തോരട്ടതൊക്കെ എടുത്തു കേട്ടോ. നല്ല വെയിലും ഉണ്ട്, എന്നാൽ ചനിപ്പിനി മഴയുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ മാറിയിരിക്കും, അപ്പം കൊണ്ടിടാം ഡ്രസ്സൊക്കെ. ഇനി പാത്രം കഴുകട്ടെ. മഴ ഇനി മാറിയിട്ട് വെയിൽ വരികയാണെങ്കിൽ നമുക്ക് ഡ്രസ്സ് വിരിച്ചിടാം. ആയിരിക്കണം ചക്ക. ഇത് ചായ കുടിക്കുന്നതിന് മുന്നേ ഞാൻ കണ്ടു. പക്ഷെ ഇതിൽ ചുള കുറവാ തോന്നുന്നു കേട്ടോ. ഷാജേട്ട ഇവിടെ ലീവ്, ഞാൻ ഷാജേട്ട ഇവിടെ ലീവായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ പകുതി ഷാജേട്ട കഴിച്ചു വന്നു. പക്ഷെ ചുള കുറവാ, മധുരം ഉണ്ട് കേട്ടോ. ചക്ക അങ്ങനെ ഇരിക്കുമ്പോഴേ കണ്ടിട്ടൊരു സമാധാനം കിട്ടുന്നില്ലെങ്കിൽ ആര് കൊടുത്തതാണെന്നറിയില്ല. നിങ്ങൾ കണ്ടല്ല കൊടുത്താരാ. കുടി കഴിഞ്ഞ് വന്നപ്പോൾ ചക്കോട ഉണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. അത് പാത്രം കഴിയട്ടെ കേട്ടോ. കുക്കറിലിടാം കേട്ടോ. അരി ഒരു 2 ഗ്ലാസ് മതി, എന്നാലും ഉണ്ടാവും നമുക്ക് 2 നേരത്തിന്. ഇപ്പം വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ കുറച്ച് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ തണുത്തതേ കഴിക്കുള്ളൂ. ഇത് എപ്പോഴും ഇവിടെ ലൂസാവും. ഒരു മിനിറ്റ് സ്പൂൺ എടുക്കട്ടെ. അപ്പോൾ ഞാൻ തണുത്തതേ കഴിക്കുള്ളൂ. ഇത് എന്നാലും ഉണ്ടാവും രാത്രിക്ക് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ദോശമാവ് ഇരിക്കുന്നുണ്ട്. ഒരുപാട് വെച്ചിട്ട് വേസ്റ്റ് ചെയ്ത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ചോറിപ്പോൾ ഇവിടെ ആരും വല്ലാണ്ട് കഴിക്കണില്ല, മീനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഫുള്ളായിട്ട്. അപ്പോൾ ഇതങ്ങോട്ട് കുക്കറിലിട്ടിട്ട് നമുക്ക് ഉള്ളി ഇതൊക്കെ റെഡിയാക്കി വരുമ്പോഴേക്കും ചോറങ്ങോട്ട് ആയിക്കോളും. ഇത് കഴുകാം കേട്ടോ. കഴുകട്ടെ. ഒരു 3-5 പ്രാവശ്യം കഴുകണം.
2 ഗ്ലാസ് അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഉച്ചയ്ക്കും രാത്രിക്കും ഉണ്ടാവും. എന്താ വെച്ചാൽ തണുത്ത ചോറ് ഇരിക്കുന്നുണ്ട്, ഞാനത് കഴിക്കാമെന്ന് വിചാരിച്ചു. വെറുതെ അത് കളയണ്ടല്ലോ. തലേ ദിവസം രാത്രിയിൽ വെച്ചതാണ്. എനിക്ക് പൂജയ്ക്ക് രാത്രിയിൽ ചോറ് കുറവായിരുന്നേ. അപ്പോൾ കുറച്ച് ഇട്ടു, അതിൽ കുറച്ച് കൂടി. അപ്പോൾ ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചോളാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കുറച്ചിട്ടാണ് ഞാൻ ഇതിൽ ഇട്ടിട്ടുള്ളൂ. ഇല്ലെങ്കിലും നമുക്ക് ഈ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ 2 നേരത്തിന് അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ആർക്കും വലിയൊരു എയിമൊന്നുമില്ല ചോറുണ്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതാട്ടോ ഫോണ്. ഇത് നമുക്കില്ലേ, ഞാൻ ഒരു മഞ്ഞൾപ്പൊടി, ഒരു പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളം, ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ വെള്ളമാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇടാട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക, വിഷമെങ്ങാനും ഉണ്ടെങ്കിൽ, വിഷാംശം ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കൂണൊക്കെ പെട്ടെന്ന് നാശാവില്ലേ, അപ്പം അതുകൊണ്ട് ഇതിങ്ങനെ പിച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാമല്ലോ. ഈ ഒരു പുറത്തെ തോല് അങ്ങനെ പിടിക്കുമ്പോഴേക്കും ഇങ്ങനെ കിട്ടിക്കോളും. അത് മാറ്റി കൊടുത്തിട്ട് നമുക്ക് പാകത്തിനുള്ള കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങോട്ട് ഇടാം. നമ്മളിതിന് മുന്നേ വീഡിയോയിൽ ഇതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് മുന്നേ. അപ്പോൾ അതുപോലെ എല്ലാതും ചെയ്യാം. അതിൻ്റെ കാല് കളയേണ്ട ആവശ്യമൊന്നുമില്ല. കേടാണെങ്കിൽ ഒന്ന് താഴത്തേക്ക് ആക്കിയിട്ട് അതൊന്നും ഇങ്ങനെ വെറുതെ ഒന്ന് പിച്ചിട്ടാലും മതി കേട്ടോ. അതിൻ്റെ സ്കിന്നും മേലത്തൊക്കെ സ്കിന്ന് കളഞ്ഞിട്ട് ഒന്ന് നടു കഷ്ണമാക്കിയിട്ടാൽ അത് റെഡിയായി. അപ്പോൾ അത് മൊത്തം നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് നല്ല ഇഷ്ടമായിട്ട് നമുക്കിവിടെ കൂടെല്ലാവർക്കും. നിങ്ങൾ ചോദിക്കും എനിക്ക് എന്താ ഇഷ്ടമില്ലാത്തത്. അങ്ങനെയല്ല, കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പാടത്തുനിന്ന് ഷാജിക്ക് ഒരു വട്ടച്ചെമ്പ് നിറയെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അതിന് മുന്നത്തെ പ്രാവശ്യം കിട്ടി. പ്രാവശ്യം കിട്ടിയിട്ടില്ല വെച്ചാൽ പോയി നോക്കിയിട്ടില്ല. പിന്നെ ഇടി അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇടി വെട്ടിയിട്ടില്ല. ഇടി വെട്ടിയാലല്ലേ കൂടുണ്ടാവുള്ളൂ. പ്രാവശ്യം മൊത്തം കാറ്റും മഴയായിരുന്നില്ലേ, അത് കാരണം തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ വെയിൽ വന്നു കേട്ടോ. ഇനി എന്തായാലും ഞാൻ ഇതൊക്കെ ആക്കിയിട്ടേ ഇടുള്ളൂ, അല്ലെങ്കിൽ പിന്നെയും ഞാൻ പുറത്തേക്ക് ഓടേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഒന്നിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അധികമൊന്നുമില്ല കേട്ടോ, നന്നാക്കി വന്നപ്പോഴേക്കും കുറച്ചല്ലോ കേട്ടോ കൂണ്. അപ്പോൾ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കയ്യോടെ തന്നെ അവിടെ വൃത്തിയാക്കിയിട്ടാണ് അടുത്ത പരിപാടിക്ക് നിൽക്കുള്ളേ. ഈ കുഞ്ഞു ബോക്സിൽ ഈ കൂണിരിക്കണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾക്ക് നല്ല ഇഷ്ടമാട്ടോ. അതിങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കളയില്ല. എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്, ഫ്രിഡ്ജിലൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ എടുത്ത് വെക്കും കേട്ടോ. കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണൻകുട്ടിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഹതാ ഹുദയവാം എന്തെങ്കിലും അതുകൊണ്ട് അൽക്കുലത്ത് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കേട് വരുത്തും. അപ്പോൾ അവിടെ കണ്ട് വൃത്തിയാക്കിയിട്ട് നമ്മളിതാ കൂണിലേക്കുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, വേപ്പില, ഒരു 3 കുഞ്ഞു സവാള എടുത്തിട്ടുണ്ട്. 2 തക്കാളി, പിന്നെ ഒരു പച്ചമുളകും, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, ഇത്രയേ ഉള്ളൂ കേട്ടോ. ചട്ടി വെച്ച് എണ്ണ ഒഴിക്കുമ്പോൾ നമ്മളിതിനകത്ത് സവാള ഇട്ട് കൊടുക്കുക. സവാള ഒരു ബ്രൗൺ കളറാവണ വരെ അങ്ങനെ മൂക്കട്ടെ. അത് മൂത്ത് വരുമ്പോൾ വേപ്പിലയും ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുക. തക്കാളി വെന്തുടയാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. എപ്പോഴും പറയണ പോലെ എനിക്ക് ഈ തക്കാളി വേവണേന് മുന്നേ പൊടി ഇട്ട് കൊടുക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അടച്ച് വെച്ചിട്ട് അതൊന്ന് വെന്ത് വരുമ്പോൾ അതാ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇതാണ് പൊടിയോളം ഇട്ടാൽ. അത് ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ കൂനും കൂടെ കഴുകി വെച്ചിരിക്കുന്ന കൂണ് 2-3-4 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് പാകത്തിന് ഉപ്പും പിന്നെ അതിനനുസരിച്ച് അത് വേവാനുള്ള അതിനനുസരിച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് സിമ്മിൽ അങ്ങനെ വേവിക്കുക കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ചിക്കൻ കറിയൊക്കെ തോറ്റു പോവും. ഇതിൻ്റെ ഇടയിൽ ഇതിലേക്ക് വേണമെങ്കിൽ, ഇതിൻ്റെ ഇടയിലല്ല അതിലേക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്തും കൂടെ മൂപ്പിച്ചിട്ടാണെങ്കിൽ സൂപ്പറാണ്. എന്തായാലും നമുക്ക് തേങ്ങയ്ക്ക് നല്ല വില കൂടുതലായതുകൊണ്ട് അങ്ങനെ ആർഭാടം വേണ്ടാന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ഒഴിച്ചുകറിക്ക് വേണ്ടിയിട്ട് മുളകുറത്തപ്പുളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. ചെറുള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക്, വേപ്പില ഇതെല്ലാം കൂടെ ചതച്ചിട്ട് കൊടുത്ത് മൂത്ത് വരുമ്പോൾ പാകത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പുളി കൂടരുത്. ആ പുളിയും ഉപ്പൊക്കെ കൂടാണ്ട് ഒരു നേക്കലിന് കിട്ടണം. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് വെള്ളം വേവാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് അതങ്ങോട്ട് വേവിക്കുക. അപ്പോഴേക്കും നമ്മുടെ മുളകുറത്തപ്പുളി അങ്ങോട്ട് സെറ്റായി. അതൊരു ചട്ടിയിൽ മാറ്റി അടച്ച് വെച്ചിട്ട് വലിയ പാത്രങ്ങൾ കയ്യോടെ അപ്പം തന്നെ അങ്ങോട്ട് കഴുകി വെക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചിട്ടു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കൂണിങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ വറ്റി വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി തത്തിപ്പൊത്തി അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കൂൺ ഫ്രൈയും കൂടെ അങ്ങോട്ട് റെഡിയായി. ഈ വേണമെങ്കിൽ ഓംലേറ്റൊക്കെ വേണമെങ്കിൽ ആർഭാടത്തിന് വെക്കാം. പക്ഷെ നമുക്കിന്ന് അതൊന്നും വേണ്ട. ഈ ഒരു കൂൺ മസാല മാത്രം മതി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ കറിയും ചോറൊക്കെ ഇങ്ങനെ മേലെ അടുക്കി എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് അടക്കി വെക്കും കേട്ടോ. അപ്പോൾ കിച്ചൺ കാണാൻ വേണ്ടിയിട്ടും ഒന്ന് നേക്കാണ്, ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ചെയ്ത് വെക്കും കേട്ടോ. പിന്നെ നമ്മളിതാ കിച്ചൺ ടാബും സ്റ്റൗവും എല്ലാം കൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ മൂപ്പിച്ചിട്ടതിൻ്റെയും എണ്ണയുടെയും കടുകിൻ്റെയും ഒക്കെ പൊടി ഉണ്ടാവും കേട്ടോ. എണ്ണപ്പാറലും ഒക്കെ ആയിട്ട് ഒരു വൃത്തിയായിട്ട് തോന്നും അങ്ങനെ കിടക്കുമ്പോൾ. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കൽ എന്നുള്ളത് ഇവിടെ ഒരു ചടങ്ങാണ് കേട്ടോ. കൈവേദന പോയ വേദന ഇപ്പോൾ രണ്ടാമതും വന്നിട്ടുണ്ട്. അന്ന്
തോട്ടിൽ ചാടിയിട്ട് ചെക്കനെ പിടിച്ച് വലിക്കും, ഞാൻ അവനെ പിടിച്ച് വലിക്കും, ആ മരത്തുമ്മ കടന്ന് മല്ലിടുകയൊക്കെ ചെയ്തില്ലേ, അതിൻ്റെ ഫലമായിട്ട് എനിക്ക് രണ്ടാമതും കൈവേദന വന്നു. അപ്പോൾ ഇനി അത് മാറാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയുള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഇരിക്കുന്ന 2 പാത്രങ്ങളും അപ്പം തന്നെ അങ്ങോട്ട് കഴുകി വെച്ചിട്ട് നമ്മുടെ കൂണ് ഇതാ കുഞ്ഞ് ചട്ടിയിലേക്ക് ഇങ്ങോട്ട് മാറ്റി അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഫുഡിൻ്റെ കാര്യം അങ്ങോട്ട് സെറ്റായി. ഇനി നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം. അതാണ് ഇങ്ങനെ വെപ്രാളപ്പെട്ടത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പൂജിറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എത്ര വലിയ പാടില്ല. ഒരാളിങ്ങനെ ഷൂട്ട് ചെയ്ത് തരാനുണ്ടെങ്കിൽ, വീഡിയോ എടുത്ത് തരാനുണ്ടെങ്കിൽ നമുക്ക് ഇത്ര കഷ്ടപ്പാടില്ല കേട്ടോ. മറ്റേത് നമുക്ക് ഇതിൽ വെച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ, ട്രൈപോഡിൽ വെച്ച് എടുക്കുമ്പോൾ വലിയ പാടാ, കഷ്ടപ്പാടാ, കിട്ടുന്നുണ്ടോ ഇല്ലേ, ഞാൻ ഓണാക്കിയോ എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ഒരുപാട് സമയം പോകും. അങ്ങനെ ഇതാക്കി കഴിഞ്ഞ് നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടിട്ട് ദാ ഫുഡിന് റെഡിയായി. നമ്മുടെ ചോറും മുളക് വറുത്തപ്പുളിയും കൂണും അച്ചാറും ഒക്കെ കൂടെ കൂട്ടിയിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഇന്ന് നമ്മുടെ കുഞ്ഞൊരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. കുഞ്ഞല്ല, കുറച്ച് ലെങ്ത് ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.